സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FMലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2024 ആഗസ്റ്റ് 11 കൊല്ലവർഷം 1199 കർക്കിടകം 27 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പാറശാല താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ പവർ ലോണ്ടറി പ്രവർത്തനം ആരംഭിച്ചു. മിനിമം മാർക്ക് ഈ വർഷം 8ാം ക്ലാസ് മുതൽ പരിഷ്കാരത്തിന് മന്ത്രിസഭയുടെ പച്ചക്കൊടി. കാരോട് റോട്ടറി ക്ലബ് തയ്യൽ മെഷീൻ വിതരണോദ്ഘാടനം കുളത്തൂർ. സായ് കൃഷ്ണയിലെ വിദ്യാർത്ഥികൾ റഷ്യയിലേക്ക്. നാളെ നിറപുത്തരി. വാർത്തകൾ വിശദമായി. പാറശാല താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ പവർ ലോണ്ടറി പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനം ശ്രീ CK ഹരീന്ദ്രൻ MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് SK ബെൻ ഡാർവിൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു സ്മിത, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങൾ, ബ്ലോക്ക് മെമ്പർമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നിത S നായർ, RMO ഡോക്ടർ വിശ്വകിരൺ, നഴ്സിംഗ് സൂപ്രണ്ട് ബിന്ദു, മറ്റു ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആഗസ്റ്റ് 7 ബുധനാഴ്ച രാവിലെ 9 മണിക്കായിരുന്നു ഉദ്ഘാടനം. മിനിമം മാർക്ക് ഈ വർഷം 8ാം ക്ലാസ് മുതൽ പരിഷ്കാരത്തിന് മന്ത്രിസഭയുടെ പച്ചക്കൊടി. 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠന നിലവാരം തകർത്ത ഓൾ പാസ് സമ്പ്രദായം കേരളം ഉപേക്ഷിക്കുന്നു. SSLC പരീക്ഷ പാസ്സാകാൻ ഓരോ പേപ്പറിനും 30% മാർക്ക് നിർബന്ധമാക്കും. 2026-27 അക്കാഡമിക് വർഷത്തിലാണ് 10ാം ക്ലാസ്സിൽ ഇത് പ്രാബല്യത്തിൽ വരുന്നതെങ്കിലും മുന്നോടിയായി ഈ വർഷം 8ാം ക്ലാസ്സിലും അടുത്ത വർഷം 9ാം ക്ലാസ്സിലും നടപ്പാക്കും. കാരോട് റോട്ടറി ക്ലബ് തയ്യൽ മെഷീൻ വിതരണോദ്ഘാടനം കുളത്തൂർ. കാരോട് റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ കുളത്തൂർ ഗവൺമെൻറ് VHSSലെ കുട്ടികൾക്കായി നൽകിയ 4 തയ്യൽ മെഷീനുകളുടെ വിതരണോദ്ഘാടനം റോട്ടറി ഡിസ്ട്രിക്ട് ചീഫ് കോർഡിനേറ്റർ ശ്രീ ഷാജി ഉദ്ഘാടനം ചെയ്തു. കുളത്തൂർ സ്കൂളിൽ നടന്ന ചടങ്ങിൽ കാരോട് റോട്ടറി ക്ലബ് പ്രസിഡന്റ് ശ്രീ സിന്ധുകുമാർ, പ്രഥമ അധ്യാപകനും പാറശാല റോട്ടറി ക്ലബ് അംഗവുമായ ശ്രീ അശോക് കുമാർ, PTA പ്രസിഡന്റ് ശ്രീ മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. സായ് കൃഷ്ണയിലെ വിദ്യാർത്ഥികൾ റഷ്യയിലേക്ക്. റഷ്യയിൽ നടക്കുന്ന കിഡ്സ് ക്യാമ്പിൽ പങ്കെടുക്കാൻ ചെങ്കൽ സായ് കൃഷ്ണ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളും. റഷ്യൻ സംഘടനയായ റോസാറ്റം സംഘടിപ്പിക്കുന്ന റോസാറ്റം സ്റ്റേറ്റ് കോഓപ്പറേഷൻ കിഡ്സ് ക്യാമ്പിലാണ് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത്. സായ് കൃഷ്ണയിലെ +2 വിദ്യാർത്ഥിനി SP നിരഞ്ജന, 9ാം ക്ലാസ് വിദ്യാർത്ഥി അഭേദ് S നായർ എന്നിവരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. അധ്യാപികയായ ജയരശ്മിയും പങ്കെടുക്കും. 10 മുതൽ 24 വരെ റഷ്യയിലെ മോസ്കോയിലാണ് ക്യാമ്പ്. നാളെ നിറപുത്തരി. വീട്ടിലെ ഐശ്വര്യത്തിനായി അറയിലും പത്തായത്തിലും ധാന്യം നിറയ്ക്കുന്ന ചടങ്ങാണ് നിറപുത്തരി. കർക്കിടകത്തിലെ അമാവാസി കഴിഞ്ഞുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഇല്ലം നിറ. മലയാളത്തിൻ്റെ സമൃദ്ധി മുഴുവൻ ഉൾക്കൊള്ളുന്ന വാക്കാണ് ഇല്ലം നിറ. നെൽകൃഷിയുള്ള വീടുകളിൽ ഈ ദിവസം ഉമ്മറത്ത് നെൽക്കതിർ കെട്ടും. കാലം മാറിയതോടെ ഈ അനുഷ്ഠാനം ക്ഷേത്രങ്ങളിലേക്ക് ചുരുങ്ങി. നാളെ പുലർച്ചെ 5:45 മുതൽ 6:45 വരെയാണ് നിറപുത്തരി ചടങ്ങ് നടക്കുന്നത്. പൂജിച്ച കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്യും. വീടുകളിൽ കെട്ടിയിടുന്ന കതിരുകൾ 1 വർഷം മുഴുവനും ഐശ്വര്യ സൂചകമായി സൂക്ഷിക്കും. കൗതുക വാർത്തകൾ. കൗതുക കാഴ്ചയായി 5 തലയുള്ള പനമരം. തെങ്ങ്, പന തുടങ്ങിയവ ഒറ്റത്തടി വൃക്ഷം എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇത് തിരുത്തി കുറിച്ചിരിക്കുകയാണ് ഉദയൻകുളങ്ങരയിലെ 5 തലയുള്ള പനമരം. കുളത്തൂർ ഫണമുഖത്ത് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിന് സമീപത്തെ വടക്കേവിളയിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് വ്യത്യസ്തമായ 5 തലയുള്ള പനയുള്ളത്. 86 വർഷം പഴക്കമുള്ള 5 പനയുടെ കായ്ഫലമുള്ള ഈ പന കാണാൻ കാഴ്ചക്കാർ ഏറെ. കായികം. ഒളിമ്പിക് ഹോക്കിയിൽ ഇന്ത്യക്ക് തുടർച്ചയായ 2ാം വെങ്കലം. പ്രതാപകാലത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തി തുടർച്ചയായ 2ാം ഒളിമ്പിക്സിലും വെങ്കല മെഡൽ സ്വന്തമാക്കി ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം. പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ 4ാമത്തെ വെങ്കല മെഡലാണിത്. ഇന്ത്യൻ കുപ്പായത്തിൽ അവസാന മത്സരത്തിനിറങ്ങിയ മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷ് മികച്ച സേവുകളുമായി 2 ഒളിമ്പിക് മെഡലുകളിൽ മുത്തമിടുന്ന ആദ്യ മലയാളിയായി. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയകുമാർ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്നത് പ്രമേഹ നിയന്ത്രണത്തിലെ അറിയേണ്ട വസ്തുതകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡയബറ്റീസിൻ്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളൊരു 100-150 ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ നല്ലൊരു ശതമാനത്തിന് പ്രമേഹമുണ്ട്. പ്രമേഹത്തിൻ്റെ കർശനമായ നിയന്ത്രണമാണ് പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനുകളായ അവയവങ്ങൾക്ക് കേടുപറ്റുക, കാലുകൾക്ക് പ്രശ്നമുണ്ടാക്കുക തുടങ്ങിയവ ഒഴിവാക്കാനുള്ള ഏക മാർഗം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ 100 പ്രമേഹ രോഗികളെ എടുത്താൽ അതിൽ 90 പേരും മരുന്ന് കഴിക്കുന്നുണ്ടാവും. പക്ഷേ ഭൂരിഭാഗം പേരുടെയും പ്രമേഹ നിയന്ത്രണം ശരിയായ രീതിയിൽ ആയിരിക്കുകയില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഷുഗറിൻ്റെ അളവ് ഒരു 200, 210, 230 ഒക്കെ ആയിരിക്കുമ്പോൾ രോഗിക്ക് ലക്ഷണങ്ങളൊന്നും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ആ ശുഷ്കാന്തി രോഗിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല. അങ്ങനെ 5-6 വർഷം ഈ അല്പം കൂടിയ രക്തത്തിൻ്റെ അളവോടുകൂടി രോഗി മുമ്പോട്ട് പോകുന്നു. അങ്ങനെ വരുമ്പോൾ അവയവങ്ങൾക്കെല്ലാം ഡാമേജ് തുടങ്ങുന്നു. ഉദാഹരണത്തിന് നമ്മുടെ കാലിലെ ഞരമ്പുകൾക്ക് കേടുപറ്റുക, കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുക, റെട്ടിനോപ്പതി എന്ന അവസ്ഥ ഉണ്ടാകുക, ഇതൊക്കെ അല്പാൽപമായി ഉണ്ടാകുന്നു. അത് നീണ്ടു പോകുമ്പോൾ ഈ അവയവ പ്രശ്നങ്ങൾ വളരെയധികം വർദ്ധിക്കും. അത് കഴിയുമ്പോഴാണ് രോഗി കർശനമായി നിയന്ത്രണവും ഡോക്ടറെ കാണിക്കലും ഒക്കെ തുടങ്ങുന്നത്. പക്ഷേ അപ്പോഴത്തേക്കും നമുക്കത് തിരിച്ചു കൊണ്ടുവരൽ അസാധ്യമായി മാറും. പക്ഷേ ഒരു 350-400 മുകളിലോ ഒക്കെ ഷുഗറുള്ള രോഗിയാണെങ്കിൽ അയാൾക്ക് അമിതമായ ദാഹവും വിശപ്പും ക്ഷീണവും ഒക്കെ ഉണ്ടാകും. ഷുഗർ ചെക്ക് ചെയ്യും. പക്ഷേ ഒരു അല്പം കൂടിയ അവസ്ഥയിലുള്ള പ്രമേഹ രോഗി അത് അവഗണിച്ചു കൊണ്ടേയിരിക്കും. ഇത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നമുക്കിന്ന് ഡയബറ്റിസ് കണ്ടുപിടിച്ചു എന്ന് വയ്ക്കാം. അതിൻ്റെ അർത്ഥം ഡയബറ്റിസ് ഇന്ന് തുടങ്ങി എന്നതല്ല. മിനിമം ഏതാനും വർഷങ്ങൾക്ക് മുമ്പെങ്കിലും അല്പാൽപമായി കൂടുകയും പിന്നെ നേരിയ തോതിൽ കൂടി നിൽക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഡയബറ്റിസ് തുടങ്ങിയിട്ട് 2 വർഷമേ ആയുള്ളൂ എന്നൊരു രോഗി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 വർഷത്തിന് മുമ്പ് എൻ്റെ രോഗം കണ്ടുപിടിച്ചു എന്ന് മാത്രമാണ്. പക്ഷേ അയാളുടെ രോഗം കുറച്ച് നാൾ മുമ്പേ തുടങ്ങിയിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഡയബറ്റീസ് രോഗിക്ക് ഒരു കോംപ്ലിക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ ഒരു അവയവത്തിൻ്റെ ഡാമേജ്, അല്ലെങ്കിൽ കിഡ്നിയുടെ ഫെയിലിയർ, അല്ലെങ്കിൽ കാലിലെ ന്യൂറോപ്പതിയൊക്കെ വരുന്നത് ഈ നിയന്ത്രണമില്ലാത്ത ഡയബറ്റിസ് ഒരു 5 വർഷം അല്ലെങ്കിൽ 7 വർഷം കഴിയുമ്പോഴാണ്. ഈ പാവം രോഗി വിചാരിക്കുന്നത് എനിക്ക് 2 വർഷമല്ലേ ആയുള്ളൂ, എൻ്റെ ഷുഗർ 200 ഇനിയും കുറേ വർഷങ്ങളുണ്ടല്ലോ, കുഴപ്പമൊന്നും വരില്ല. ആ ധാരണ തെറ്റാണ്. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, പ്രമേഹ രോഗം ചികിത്സിക്കുന്നു എന്നതുകൊണ്ട് പ്രമേഹം നിയന്ത്രണത്തിലാണെന്ന് അർത്ഥമില്ല. ഒരു ദിവസം തന്നെ ചിലപ്പോൾ 1 നേരമോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 നേരമോ ഷുഗർ നോക്കുന്ന രോഗിക്ക് ആ ഷുഗർ നോർമലായി കിട്ടുന്നു. ഉദാഹരണത്തിന് 143. രോഗി വളരെ ആത്മവിശ്വാസത്തോടു കൂടി ആഹാര നിയന്ത്രണത്തിൽ ഒരല്പം അയവൊക്കെ വരുത്തി മുമ്പോട്ട് പോകുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇടയ്ക്കിടയ്ക്ക് ആ രോഗിയുടെ ഷുഗർ കൂടുന്നുണ്ടാവും. അതിലേറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് പോസ്റ്റ് പ്രാൻഡിയൽ ഹൈപ്പർഗ്ലൈസീമിയ. അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമലായിരിക്കും, ഇടയ്ക്ക് നോക്കുന്നത് നോർമലായിരിക്കും, പക്ഷേ ആഹാരം കഴിഞ്ഞ് 1.5 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞ് നോക്കുന്ന ഷുഗർ 230 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണ്? ഈ ഇടയ്ക്കിടയ്ക്കുള്ള കൂടൽ രോഗിയുടെ പ്രമേഹം നിയന്ത്രണത്തിലല്ലാത്ത ഒരവസ്ഥയ്ക്ക് തുല്യമാണ്. അപ്പോൾ ഈ കോംപ്ലിക്കേഷനുകൾ വരുന്നത് തടയാൻ കഴിയുന്നില്ല. ഇനി ഇങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ രോഗി എൻ്റെ രോഗം നിയന്ത്രണത്തിലാണ് എന്ന് തെറ്റായി ധരിക്കാതിരിക്കുന്നതിന് ഉള്ള മാർഗം എന്ന് പറയുന്നത്, അദ്ദേഹം HbA1c എന്ന ടെസ്റ്റ് ചെയ്ത് നോക്കണം. 3 മാസം കടന്നുപോയ 3 മാസത്തിൽ ഷുഗർ ഇടയ്ക്കിടയ്ക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് 6.5 മുകളിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ FBSും PPBSും നോർമലായിരിക്കുന്നു, RBS നോർമലായിരിക്കുന്നു. പക്ഷേ HbA1c കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം
ഇടയ്ക്കിടയ്ക്കൊക്കെ അയാളുടെ ഷുഗർ കൂടുന്നു എന്നാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഡയബറ്റിസ് രോഗി മനസ്സിലാക്കിയാലേ കൃത്യമായ പ്രമേഹ നിയന്ത്രണം സാധ്യമാകൂ. കൃത്യമായ പ്രമേഹ നിയന്ത്രണം സാധ്യമായാലേ 15 വർഷത്തിൽ വരുന്ന അല്ലെങ്കിൽ 10 വർഷത്തിൽ വരുന്ന കോംപ്ലിക്കേഷന് നമുക്ക് 30 വർഷം വരെയോ 25 വർഷം വരെയോ ഒക്കെ അകറ്റി നിർത്തുവാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ഷുഗർ വല്ലപ്പോഴും നോക്കുമ്പോൾ നോർമലാണെന്ന് കരുതി തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഷുഗർ 24 മണിക്കൂറും കർശന നിയന്ത്രണത്തിലായിരുന്നാൽ മാത്രമേ നമുക്ക് കോംപ്ലിക്കേഷനുകൾ തടയുവാൻ കഴിയുകയുള്ളൂ. ഭൂരിഭാഗം രോഗികളും ചികിത്സിക്കുന്നുണ്ട്, പക്ഷേ ഷുഗർ നിയന്ത്രണത്തിലല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് പ്രമേഹ നിയന്ത്രണം കുറച്ചുകൂടെ കർശനമാക്കിയാൽ നമ്മുടെ ജീവിതം കൂടുതൽ സുഖകരമാവും. നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തൊരു വിഷയവുമായി അടുത്ത ഞായറാഴ്ച കാണാം. നാളത്തെ പ്രധാന OP വിവരങ്ങൾ: സർജൻ ഡോക്ടർ SK അജയ്കുമാർ രാവിലെ 9 മണി മുതൽ 10 മണി വരെ, പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിനു രാവിലെ 10 മണി മുതൽ 1 മണി വരെ, ഡോക്ടർ ഷെബിൻ വൈകിട്ട് 6:30 മുതൽ 7:30 വരെ, പൾമനോളജി ഡോക്ടർ സന്ദീപ് ഉച്ചയ്ക്ക് 3 മുതൽ 4:30 വരെ, ഗ്യാസ്ട്രോ എൻറ്ററോളജി ഡോക്ടർ അജിത് K നായർ ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻറ്റ്സിനും വിളിക്കൂ 0471220189 9495472598. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം: ശസ്ത്രക്രിയാ രംഗത്തെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ എപ്പോഴും തിളങ്ങി നിൽക്കുന്നവരാണ്. കേരളത്തിലെ ശസ്ത്രക്രിയയുടെ ചരിത്രത്തിൽ ഒരു വലിയ സർജനുണ്ട്. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുകയാണ് ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം CP രാമസ്വാമി അയ്യർ എന്ന ദിവാനെക്കുറിച്ച്. അവസാനം തിരുവിതാംകൂറിൽ വച്ച് അദ്ദേഹം ആക്രമിക്കപ്പെടുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരുവിതാംകൂർ വിടുന്നു. ആ ആക്രമണത്തിൽ മുഖത്ത് പരിക്കേറ്റ് ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന ദിവാനെ ചികിത്സിച്ച സർജനായിരുന്നു അദ്ദേഹം. ജനറൽ ആശുപത്രിയുടെ സൂപ്രണ്ടൻ്റ് ആയിരുന്നു. പിന്നെ മെഡിക്കൽ കോളേജിലെ ആദ്യകാല, അതായത് രണ്ടാമത്തെ സർജറി വിഭാഗം തലവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എന്ത്? ഞാൻ പറഞ്ഞ വാക്കുകളുടെ ഇടയിൽ ഒരു ചെറിയ ക്ലൂ കൂടെ അതിൽ ഒളിച്ചിരിപ്പുണ്ട്. ഉത്തരങ്ങൾ യൂട്യൂബിൽ കമൻ്റായി നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. വീണ്ടും പുതിയ വാർത്തകളും പുത്തൻ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വരുന്നതുവരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം കൊണ്ട് കേൾക്കൂ.